الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لخلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون. പരിശുദ്ധ ഇസ്ലാമിന്റെ വളവും തിരുവുമില്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ പ്രകൃതിക്കും കഴിവുകൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിന്റെ താൽപര്യങ്ങളും ഇസ്ലാമിലെ വക്രതയില്ലാത്ത ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി ഈ പ്രപഞ്ചത്തെയും നമ്മെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന യാതൊരു സംശയത്തിനും പ്രവേശനമില്ലാത്ത സൃഷ്ടാവിന്റെ അല്ലാഹുവിന്റെ കിതാബായ വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രശംസിച്ച് പറഞ്ഞ അവന്റെ പ്രവാചകന്റെ സ്ഥിരപ്പെട്ട സഹിയായ തിരുചര്യയിൽ നിന്നും ശരിക്കും മനസ്സിലാക്കേണ്ടതായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം എപ്പോൾ ഏത് സ്വഭാവത്തിൽ നമ്മെ സമീപിച്ചാലും പടച്ചവന്റെ യഥാർത്ഥ ദാസന്മാരായി അടിമകളായി ശരിയായ മുത്തഖീങ്ങളായി ഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിക്കൊള്ളുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നാം പ്രധാനമായും സംസാരിച്ചത്
ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവനെ ഖബറടക്കം ചെയ്യാനും കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബാധ്യതകളും ഇസ്ലാമിലെ മര്യാദകളെ സംബന്ധിച്ചായിരുന്നു. ഇനി സുഹൃത്തുക്കളെ, മനുഷ്യരുടെ ഇടയിലുള്ള ഈ ബന്ധങ്ങളൊക്കെ സുദൃഢമാക്കാനും അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബത്തിനൊക്കെ സമാധാനം ലഭിക്കുവാനും മരണപ്പെട്ട മനുഷ്യന് അവന്റെ യഥാർത്ഥ ജീവിതം, മരണശേഷമുള്ള ജീവിതം സുഖകരമാകാൻ വേണ്ടി, അവന് പാപമോചനം തേടാൻ വേണ്ടിയും ഇസ്ലാം മതം അവർക്ക് നമസ്കരിച്ച ശേഷമായിരിക്കണം ഖബറടക്കം ചെയ്യേണ്ടത് എന്ന് ഉണർത്തുകയാണ്, എന്നത് മതപരമാക്കുകയാണ്. അതിനാണ് നാം മയ്യത്ത് നമസ്കാരമെന്ന് പറയുന്നത്. ഈ മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന മുമ്പായി ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന മൗലികമായ തത്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് നജ്മിൽ അല്ലാഹ് പറഞ്ഞു, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ആണിനും പെണ്ണിനൊക്കെ അവൻ എന്താണോ അധ്വാനിച്ചത് അത് മാത്രമേ അവന് കാണുകയുള്ളൂ, അത് അവന് ലഭിക്കുകയുള്ളൂ, അതിനാണ് അവൻ അവകാശപ്പെട്ടവനെന്ന്. ഈ തത്വം ഖുർആന് പറയുന്നത് കുറെ അരക്കിട്ട് ഉറപ്പിച്ച ശേഷമാണ്. അതായത് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ ഏടുകളിൽ, അവിടെയൊക്കെ വേദഗ്രന്ഥങ്ങളിൽ ഈ തത്വം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉണർത്തിയ ശേഷമാണ് വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രവർത്തിച്ചതേ ലഭിക്കുകയുള്ളൂ. വഅന്ന സഅയഹു സൗഫ യുറാ, പിറകെ പരലോകത്തിൽ അവന്റെ അധ്വാന ഫലം അവൻ കാണും, അതവന് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ അതുപോലെ തന്നെ പൂർവിക വേദഗ്രന്ഥത്തിന്റെയൊക്കെ ഒരു അടിസ്ഥാന മൗലിക തത്വമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക നാം അധ്വാനിച്ചതാണ്. മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന മുമ്പായി നാം പ്രവർത്തിച്ചു വെച്ചത്. അതേ അവസരത്തിൽ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം ആയത്തുകളിൽ, സൂക്തങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുക വരെ ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് മാത്രമല്ല മറ്റുള്ള വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ്. അതുപോലെ തന്നെ പടച്ചവന്റെ പ്രവാചകന്മാരെല്ലാം തന്നെ അവർക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പൊതുവായി മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചത് ഖുർആൻ നമുക്ക് വിവരിച്ചു തരികയാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതായി ഖുർആൻ പറഞ്ഞു, റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പടച്ചവനെ എനിക്ക് പുറത്തു തരണം, എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു തരണം, അതുപോലെ എന്റെ കുടുംബത്തിൽ വിശ്വാസിയായി പ്രവേശിച്ചവർക്കും സർവ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കൊക്കെ നീ മാപ്പ് ചെയ്ത് കൊടുക്കണമെന്ന്, പുറത്തു തരണമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാം വേണ്ടി അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരികയാണ്. എത്രത്തോളം എന്നാൽ പടച്ചവന്റെ മലക്കുകൾ വരെ
മറ്റുള്ളവരായ നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വിശുദ്ധ ഖുർആൻ 1-2 സ്ഥലത്ത് വിശദീകരിക്കുകയാണ്. പ്രവാചകന്റെ ഹദീസിൽ പ്രവേശിച്ചാൽ ആകാശത്ത് പറക്കുന്ന പറവകൾ വരെ ചില വ്യക്തികൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുന്നുണ്ട് എന്ന് നബി ഉണർത്തുകയാണ്. അവ സ്വാഭാവികമായും ഇവ രണ്ടും വൈരുദ്ധ്യമില്ലേ എന്ന് സംശയിച്ചേക്കും. വൈരുദ്ധ്യമല്ല. അതായത് സൂറത്ത് നജ്മിൽ അല്ലാഹു പറഞ്ഞത് മനുഷ്യന് അവൻ അധ്വാനിച്ചത് മാത്രമേ ഉള്ളൂ എന്നതിന്റെ അർത്ഥം നമുക്ക് ചോദിക്കാനും നമുക്ക് അവകാശപ്പെട്ടത് അത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് മയ്യത്ത് നമസ്കരിച്ച് എങ്കിൽ പടച്ചവനോട് നമുക്ക് ചോദിക്കാം, പടച്ചവനെ എനിക്ക് ജോലി തിരക്കൊക്കെ ഉണ്ടായിട്ടും ഞാൻ അതൊക്കെ നീക്കി വെച്ചിട്ടിന്ന മനുഷ്യന് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്, അതിന്റെ പ്രതിഫലം എനിക്ക് തരണമെന്ന് നമുക്ക് അവകാശപ്പെടാം. അതേ സമയത്ത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ നമസ്കരിച്ചത് അവനൊരിക്കലും പടച്ചവനോട് ചോദിക്കാൻ അവകാശമല്ല. പടച്ചവൻ എന്ന വ്യക്തികളൊക്കെ എനിക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ പുണ്യം നീ എനിക്ക് തരണമെന്ന് ചോദിക്കാൻ അവകാശമില്ല. ഞാൻ പ്രവർത്തിച്ചത് മാത്രമേ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ അവകാശമുള്ളൂ. അതിന് ലുസൂമ് എന്നാണ് പറയാം. പടച്ചോ സ്വയം തന്നെ നിർബന്ധമാക്കിയത്. അത് തരാത്ത പക്ഷം പടച്ചവനോട് നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. നേരെ മറിച്ച് മറ്റുള്ളവര് പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ അത് ചോദിക്കാൻ അവകാശമില്ല. അതിന് തഫദ്ദുൽ എന്നാണ് പറയാം. പടച്ചവന്റെ ആ മഹത്തായ ഔദാര്യം പ്രകാരം ലഭിക്കുന്നതാണ്. അതിന് തന്നെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നമ്മൾ കുറെ ഒരാൾക്കാട് പ്രാർത്ഥിച്ചെന്നതുകൊണ്ട് പടച്ചവൻ അത് സ്വീകരിക്കല് നിർബന്ധമൊന്നുമില്ല. അവനതിന് യോഗ്യനാണെന്നൊക്കെ നോക്കിയിട്ട് സ്വീകരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ശുപാർശയാണ്. ദുനിയാവിലെ ശുപാർശ മാതിരിയല്ല. കാരണം ദുനിയാവിലെ മന്ത്രിന്റെ വേണ്ടപ്പെട്ടവൻ ശുപാർശ ചെയ്താൽ ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്തത് അവനതിന് യോഗ്യനാണോ കൈവിറ്റവനാണെന്ന് അന്വേഷിക്കൂല. അതങ്ങ് ചെയ്തു കൊടുക്കുക ചെയ്യാം. നാം പടച്ചവൻ അങ്ങനെയല്ല. നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ അയാൾക്ക് വേണ്ടി നാം അള്ളാഹിനോട് കേവലം ഒരു ശുപാർശ ചെയ്യാണ്. ആ ശുപാർശക്ക് അവൻ യോഗ്യനാണോ അർഹനാണോ ഒക്കെ നോക്കിയിട്ട് പടച്ചവന്റെ ഔദാര്യം എന്ന നിലക്ക് കിട്ടുന്നതാണ് മറ്റുള്ളവരുടെ അമലുകളും പ്രാർത്ഥനയൊക്കെ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കണ മുമ്പ് അവന് മയ്യത്ത് സ്വലാത്ത് മയ്യത്ത് നമസ്കാരം ഇസ്ലാം മതപരമാക്കുകയാണ്. പക്ഷെ എങ്കിലും ചില വ്യക്തികൾക്ക് നാം മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. ഒന്നാമത് രക്തസാക്ഷികൾ. അത് ഞാൻ വിശദീകരിച്ച് കുളിപ്പിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ആരാണ് രക്തസാക്ഷികൾ എന്നൊക്കെ വിശദീകരിച്ച് അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കണില്ല. കാരണം രക്തസാക്ഷികൾ അവർക്ക് നബി നമസ്കരിക്കാതെ ഖബറടക്കിയതാണ് കൂടുതൽ പിൻബലമുള്ളത്. അതുകൊണ്ട് അവർക്ക് നമസ്കരിക്കാതെ തന്നെ അവരെ ഖബറടക്കാം. പിന്നീടുള്ളത് 4 മാസത്തിന് മുമ്പ് പ്രസവിച്ച കുട്ടികൾ, അതായത് 4-ാം മാസത്തിലോ അല്ലെങ്കിൽ 4 മാസത്തിന്റെ മുമ്പിലൊക്കെ 3 മാസത്തിലൊക്കെ പ്രസവം അലസാണ്. അത്തരം ശിശുക്കൾക്കും നമസ്കരിക്കേണ്ടതില്ല. നേരെ മറിച്ച് 4 മാസത്തിന് ശേഷമാണെങ്കിൽ നമസ്കരിക്കേണ്ടതാണ്. അതേസമയം ഷാഫി മദ്ഹബിൽ പറയുന്നത് പ്രസവ വേളയിൽ കുഞ്ഞ് കരയണം അല്ലെങ്കിൽ ചലനമുണ്ടാവണമെന്നാണ്. ആ ഹദീസൊക്കെ ദുർബലമാണ്. അതേ സമയത്ത് പ്രബലമായ ഹദീസ് പറയുന്നത് 4 മാസമായാൽ മനുഷ്യന്റെ ചൈതന്യം ആത്മാവ് അവന് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് സിഖ്ത്ത് എന്ന് പറയാം 4 മാസം പ്രായശേഷമുള്ള കുട്ടിക്കാണ്. അപ്പൊ സിഖ്ത്തിന് നമസ്കരിക്കണമെന്ന ഹദീസാണ് സ്ഥിരപ്പെട്ടത്. ആ സിഖ്ത്ത് ചാപ്പിള്ള കരയണം അല്ലെങ്കിൽ ചലനമുണ്ടാവണം എന്ന് അല്ലെങ്കിൽ ഹയാത്തിന്റെ ജീവന്റെ അടയാളം പ്രസവശേഷം നമുക്ക് അനുഭവപ്പെടണമെന്നൊന്നുമില്ല. അത് പറയുന്ന ഹദീസുകളൊക്കെ ദുർബലമായ ഹദീസാണ്. അപ്പൊ 5-6 മാസത്തിൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾ അവർക്ക് നമസ്കരിക്കണം. പക്ഷെ തീരെ നമസ്കരിച്ചില്ലെങ്കിലും വിരോധമില്ല. ഇപ്പൊ ഇബ്രാഹിം എന്ന നബിന്റെ മോന് 1.5 വയസ്സിലെ 1 വയസ്സിലോ ആണ് ആ കുഞ്ഞ് മരിക്കുന്നത്. മുലകുടി പ്രായം ആയിട്ട് അവസാനിച്ചിട്ടില്ല. പ്രവാചകൻ ഇബ്രാഹിം എന്ന കുഞ്ഞിന് നമസ്കരിക്കാതെയാണ് ഖബറടക്കിയത്.
അതേ സമയത്ത് ധാരാളം കുഞ്ഞിനെ നബി നമസ്കരിച്ചതും ഹദീസ് കാണും. എത്രത്തോളം എന്നാൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുമ്പോൾ അവർക്ക് പാപമോചനത്തിന് വേണ്ടിയല്ല നിസ്കരിക്കുന്നത്. നമ്മൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അല്ലാഹു മഗ്ഫിറോ എന്ന് പ്രാർത്ഥിക്കലാണ്. അത് നമ്മളിൽ വന്നൊരു വികല ചിന്തയാണ്. സഹീഹ് ബുഖാരിയിലൊക്കെ പ്രത്യേകിച്ച് തന്നെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയല്ല, അത് പിന്നീട് വിശദീകരിക്കാം. ആ കുട്ടിക്ക് വേണ്ടി നമസ്കരിക്കുന്ന പ്രാർത്ഥനയിൽ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മളതിൽ പ്രാർത്ഥിക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും പ്രചോദനം ഉണ്ടാവാനും, അപ്പൊ ആ കുഞ്ഞിന്റെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ ബന്ധുക്കൾക്കൊക്കെ സബർ ക്ഷമ പരസ്പരം ചൊരിഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നബിസ്വല്ലല്ലാഹു കുട്ടികൾക്കും നമസ്കരിക്കാറുണ്ട്, ചിലപ്പോൾ കുട്ടികൾക്ക് നമസ്കരിക്കാറുമില്ല. അത് സാമൂഹ്യ ബാധ്യത അല്ല, നേരെ നല്ലൊരു സംഗതിയാണെന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 4 മാസത്തിന് മുമ്പുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തീരെ നമസ്കരിക്കേണ്ടതില്ല. പിന്നീടുള്ളത് ഈ ആത്മഹത്യ ചെയ്ത ആളുകളാണ്. അവർക്ക് നമസ്കരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതാണ്. അതിനാദ്യം ഇമാമിങ്ങളുടെ അഭിപ്രായം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ 3 ഇമാമിങ്ങൾ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഷാഫി, ഈ 3 മദ്ഹബുകൾ പറയുന്നത് നിരുവാധികം തന്നെ നിസ്കരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഇമാമും നിസ്കരിക്കണം, മറ്റുള്ളവരെല്ലാം തന്നെ നമസ്കരിക്കണം. ഇതാണ് 3 മദ്ഹബിന്റെ അഭിപ്രായം. പക്ഷെ 4ാമത്തെ മദ്ഹബ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പറയുന്നത് പള്ളിയിലെ ഇമാമിനും വേണ്ടപ്പെട്ട വ്യക്തികൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് അകന്നു നിൽക്കാം, തിന്മക്കൊരു പ്രചോദനം ഇല്ലാതിരിക്കാൻ വേണ്ടി. പക്ഷെ മറ്റുള്ളവർ നമസ്കരിക്കാൻ വേണം എന്നതാണ്. ഈ 4ാമത്തെ ഹംബലി മദ്ഹബാണ് ഈ വിഷയത്തിൽ ഹദീസുമായി സുന്നത്തുമായി ഏറ്റവും യോജിക്കുന്നത്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്ക ഹദീസ് കാണാം. ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി റജുലി, ഒരിക്കൽ നബിന്റെ അടുത്ത് ഒരു ജനാസയിൽ മയ്യത്തിനെ കൊണ്ടുവന്നു. വഖദ് ഖതല നഫ്സഹു ബി മശാഖിസ, അയാൾ എന്തോ ചില കടബാധ്യതയൊക്കെ ഉണ്ടായപ്പോൾ ഒരു കത്രിക എടുത്തിട്ട് വയറിന് കുത്തി അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ്. അപ്പം നബിസ്വല്ലല്ലാഹു ജാബിർ പറയാണ് ഫലം യുസല്ലി അലൈഹി, നബിസ്വല്ലല്ലാഹു അയാൾക്ക് വേണ്ടി നമസ്കരിച്ചില്ല. പക്ഷെ ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബിസ്വല്ലല്ലാഹു പറഞ്ഞ് ഞാൻ അയാൾക്ക് നിസ്കരിക്കുന്നില്ല, നിങ്ങളെ സുഹൃത്തിന് വേണ്ടി സാഹിബിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് നമ്മൾ നമസ്കരിക്കണം, മുസ്ലിം ശ്മശാനത്തിനെ കബറടക്കൊക്കെ ചെയ്യണം. അതെന്തുകൊണ്ടെന്നാൽ ആത്മഹത്യ വലിയ തെറ്റാണ്, ഞാൻ വിശദീകരിച്ചതാണത്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 100 ആളെ ഞാൻ കത്തിയോണ്ട് കുത്തിക്കൊല്ലുകയാണ്, അതിനേക്കാൾ വലിയ മഹാപാപമായിട്ടാണ് ഞാൻ സ്വയം കെട്ടിത്തൂങ്ങിച്ചാവുക ആത്മഹത്യ ചെയ്യുന്നത് ഇസ്ലാം മതം ദർശിക്കുന്നത്. പക്ഷെ എങ്കിലും സ്നേഹിതന്മാര്, ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, മുസൽമാന് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നരകത്തിക്കാണെന്ന് പറയാൻ അവകാശം നമുക്കില്ല. അതെന്തുകൊണ്ട് എന്നാൽ അവന്റെ മാനസിക നിലവാരം നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ സ്ത്രീകളൊക്കെയാണ് പ്രത്യേകിച്ച് മനസ്സ് പതറിയെന്ന് വരും. പതറിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യണതെന്ന് അറിയില്ല. പിന്നെ സ്വപ്നാടൻ എന്നാണ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉറക്കിൽ ചില മനുഷ്യന്മാർ പുഴയിൽ പോയിട്ട് കുളിച്ചു വന്നിട്ട് സുന്ദരമായി കിടന്നുറങ്ങും, അവരത് അറിയില്ല. അല്ലെ മാളിക മുകളിൽ കിടന്ന വ്യക്തി എഴുന്നേറ്റിട്ട് അടിയിൽ വന്ന് കിടക്കും. അല്ലെങ്കിൽ വ്യക്തി തന്നെ പോയിട്ട് വീട്ടിന് കല്ലെടുത്തേറി. ഇതൊക്കെയാ ചാത്തനേറെന്നൊക്കെ പറയുന്നത്. ഇത് ചാത്തനേറോ പിശാച്ച് ചെയ്യണമൊന്നുമല്ല, ആ മനുഷ്യൻ തന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഏർപ്പാടാണ്. അവ ചിലപ്പോൾ ഉറക്കിൽ പോയിട്ട് റെയിൽപ്പാളത്തിന് തല വെച്ചെന്ന് വരും, അല്ലെ കയറി കെട്ടി ആത്മഹത്യ ചെയ്തെന്ന് വരും. ഓനത് അറിയില്ല എന്നർത്ഥം. അപ്പൊ പല കാരണത്താൽ ഇസ്ലാം മതം ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഓ നരകത്തിക്കാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് അവകാശമല്ല. നമുക്ക് പറയാം, ആത്മഹത്യ പൊതുവായ നിലക്ക് പറയാം, ആത്മഹത്യ ഒരു തെറ്റായ സംഗതിയാണെന്ന് പറയാനേ അവകാശമുള്ളൂ. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത വ്യക്തികൾക്കും നമസ്കരിക്കണം. നേരെ മറിച്ച് പള്ളിയിലെ ഇമാമ തൽക്കാലം ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷെ നിസ്കാരത്തെ മുടക്കാൻ പാടില്ല, അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. മുസ്ലിം ശ്മശാനത്തിന് അവനെ ഖബറടക്കണം, എല്ലാ ക്രിയകളും ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ ഞാനും നിങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുമ്പ് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചെന്ന് വരും. കാരണം അയാളുടെ മനസ്സിന്റെ നിലവാരം നമുക്കറിയയില്ലല്ലോ. അപ്പൊ ആത്മഹത്യ ചെയ്ത വ്യക്തികൾക്കും നമ്മൾ നമസ്കരിക്കാം എന്നതാണ് തെളിവിന്റെ അടിസ്ഥാനത്തിലും മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഭൂരിപക്ഷത്തിന്റെ ഒക്കെ അഭിപ്രായത്തിൽ നമുക്ക് വ്യക്തമാവുന്നത്. പിന്നീടുള്ളത് നിസ്കരിക്കാതെയും അല്ലെങ്കിൽ കള്ളുടിയനും മദ്യപാനിയൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാര്, തമ്മാടികളായി ജീവിക്കുന്ന ആളുകൾ,
അവർക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ എന്നതാണ്. പ്രഗൽഭ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓൽക്കാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. അപ്പൊ നന്നായി നിസ്കരിച്ച് നെയ്യിൽ പൊരിച്ച മനുഷ്യന്മാർക്ക് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മുടെ ശുപാർശ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് പടച്ചോനെ പച്ച നിഷേധിക്കണില്ല, ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണമില്ല. അതേ സമയത്ത് മദ്യപിച്ച് ഇങ്ങനെ നിസ്കരിക്കാതൊക്കെ നടക്കുന്ന ആളുകൾ, അവർക്ക് നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നതാണ് പ്രഗൽഭരായ സഹാബത്തിന്റെ ഒക്കെ ഫത്വയിൽ നമുക്ക് മനസ്സിലാണത്. മറ്റൊരിക്കൽ അദ്ദേഹത്തോട് ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, ഈ ആത്മഹത്യ ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഓന് ബുദ്ധി അക്കിലുണ്ടെങ്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തുവോ? അവൻ അക്കിലുണ്ടെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യൂല. അപ്പൊ അക്കിലിന് എന്തോ പറ്റിയതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കുന്നത് വിരോധമല്ല എന്ന് പറഞ്ഞു. ആ മൊത്തത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, നിസ്കരിക്കാത്തൊക്കെ വ്യക്തികൾ ഉണ്ടെങ്കിൽ മുസ്ലിമാണ്, മുസ്ലിം എല്ലാം എന്ന അവകാശവാദം ഉന്നയിക്കണില്ല. എങ്കിലും വേണമെങ്കിൽ നമുക്ക് നമസ്കരിക്കാം. അതേസമയം ചില ആളുകൾ ഞാൻ നമസ്കരിക്കണില്ല, ഓൻ ജീവിച്ച കാലത്ത് ഓന് വേണ്ടി ഓൻ നമസ്കരിച്ചില്ല, പിന്നെ അന്യന് വെച്ച് തേമ്പണതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് തെറ്റില്ല എന്നർത്ഥം. പക്ഷെ ജീവിച്ച കാലത്ത് ഓന് വേണ്ടി നിസ്കരിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്ക് നമസ്കരിക്കുന്നതിന് വിരോധം എന്ന് പറയാനില്ല. വേണമെങ്കിൽ അത്തരക്കാർക്കും നമസ്കരിക്കാം. പിന്നീടുള്ളത് ഈ കടബാധ്യതയുള്ള ആളുകളാണ്. അത് ആദ്യകാലത്ത് ബൈത്തുൽ മാലിൽ സക്കാത്ത് കമ്മിറ്റി ഒന്നും വ്യവസ്ഥാപിതമായി വന്നിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന്റെ ആൾക്ക് ഒരാളെ നിസ്കരിക്കാൻ കൊണ്ടുവന്നാൽ ലാ യസ്അലു അൻ ദീനിഹി വയസ്അലു അൻ ദൈനിഹി എന്നാണ് ഹദീസ് പറയുന്നത്. പ്രവാചകൻ ഒരിക്കലും അയാൾ മദ്യപിക്കാറുണ്ടോ, നമസ്കരിക്കാറുണ്ടോ ഒന്നും അന്വേഷിക്കാറില്ല എന്നാണ്. അയാളെ മതപരമായ ചിട്ടയെക്കുറിച്ച് ഒരിക്കലും നബി അന്വേഷിക്കൂല. പക്ഷെ കടമുണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പൊ കട ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് കട ഏറ്റെടുക്കാന്ന് ചോദിക്കും. വല്ലവരും രംഗത്ത് വരികയാണെങ്കിൽ നബി എന്നെ ഇമാമെന്ന് നിസ്കരിക്കും. പക്ഷെ ആരും രംഗത്ത് വരുന്നില്ലെങ്കിലോ പ്രവാചകൻ പറയും, നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക, ഞാൻ നമസ്കരിക്കൂല എന്ന് പറഞ്ഞ് നബി വിട്ടുനിൽക്കും. പിന്നെ സക്കാത്ത് കമ്മിറ്റിയൊക്കെ വ്യവസ്ഥമായി വന്ന ശേഷം കടം ആരും വലിയൊന്നും ഏറ്റെടുക്കാനില്ലെങ്കിൽ നബി പ്രഖ്യാപിക്കും, പൊതു ഖജനാവിൽ നിന്ന് ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ അത് വീട്ടുന്നതാണെന്ന് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. അപ്പൊ കടബാധ്യതയുള്ള ആളുകൾക്കും നമ്മൾ മയ്യത്ത് നമസ്കരിക്കണം എന്നതാണ് ഹദീസിൽ നിന്ന് നബി ചര്യ വ്യക്തമാണത്. പിന്നീടുള്ളത് ഈ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായവര്. ഇപ്പൊ ഒരു ഘാതകനെ തൂക്കിക്കൊന്ന്, അപ്പൊ മുസ്ലിമായ ഘാതകനാണ്, അയാളെ തൂക്കിക്കൊന്നാൽ അയാൾക്ക് ശരിക്കും നമ്മൾ മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിം ശ്മശാനത്തിനെ കബറടക്കണം, എല്ലാം ചെയ്യണം. എത്ര വലിയ ഘാതകനാണെങ്കിലും അയാളെ കടയിൽ കൊണ്ടുപോയി അപമാനിക്കൊന്നും ചെയ്യാൻ പാടില്ല. അവൻ ശിക്ഷാ നടപടിക്ക് വിധേയമായവനാണെങ്കിലും അത്തരക്കാരൊക്കെ നബി മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് ധാരാളം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവ തൂക്കിക്കൊന്ന വ്യക്തിയാണ്. അങ്ങനെ തൂക്കിക്കൊല്ലപ്പെട്ടവനാണെങ്കിലും അവന്റെ ജഡം വലിയന് അവകാശപ്പെട്ടതാണ്, വലിയന് കൊടുക്കണം, ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം. അവര് മുസ്ലിം സമൂഹത്തെ അവന് മയ്യത്ത് നമസ്കരിക്കണം. അങ്ങനെ മുസ്ലിം ശ്മശാനത്തെ തന്നെ കബറടക്കുകയും വേണം. അതും പ്രവാചകരിയിൽ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പൊതുവെ ഈ പറഞ്ഞവർക്കൊക്കെ നമുക്ക് മയ്യത്ത് നമസ്കരിക്കാം. അതിന് വലിയൊരു കർശന നിയമമൊന്നും വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സുന്നിക്ക് മുജാഹിദ് നിസ്കരിച്ച് മുജാഹിദ് സുന്നിക്ക് നിസ്കരിച്ച അന്നും നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റൂല. കാരണം സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, സുന്നികൾ മുജാഹിദുകൾ മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിം ആണെങ്കിലൊക്കെ നിസ്കരിക്കാം, അതൊക്കെ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത് വളരെ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും സുഹൃത്തുക്കളെ. കാരണം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഇപ്പൊ 2 ഗ്രൂപ്പാണ്. അപ്പൊ ഇന്നോ ഗ്രൂപ്പിൽപ്പെട്ടവർ നിസ്കരിക്കാതെ വരും, അങ്ങനെയൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അത്ര നിബന്ധന ഷർത്തും ഫർളൊന്നും വിഷയത്തിൽ അന്വേഷിക്കേണ്ടതില്ല. മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഖാദിയാനികൾക്ക് മാത്രം. കാരണം ഖാദിയാനികൾ നമ്മെ മുസ്ലിമായി അവർ അംഗീകരിക്കണില്ല. മീർസാ ഗുലാം നബിയാണെന്ന് അംഗീകരിക്കാത്തവരൊക്കെ അമുസ്ലിം എന്നാണ് അവരെ വാദം. പിന്നെ നമ്മൾ അങ്ങോട്ടും ചെയ്യാൻ പാകുണ്ടല്ലോ. അവൻ മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനുണ്ടെന്ന് പറഞ്ഞാൽ അവന് ഇസ്ലാമിൽ തന്നെ പുറത്തുപോയ കാഫിരിങ്ങളാണ്. അതുകൊണ്ട് ഖാദിയാനികൾക്കൊഴികെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് നിസ്കരിക്കാൻ. ഖാദിയാനികൾ കാഫിറാണെന്ന് മുസ്ലിം ലോകം തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് അവർ സങ്കടപ്പെടാറുണ്ട്. ഞങ്ങളെ കാഫിറാക്കിയെന്നത് ഒരിക്കലും നമ്മൾ അവരെ കാഫിറാക്കിയതല്ല, അവര് നമ്മളെയൊക്കെ കാഫിറാക്കിയതാണ്. കാരണം നമ്മളൊക്കെ യഥാർത്ഥ കാഫിറാണ്. നമ്മൾ മരിച്ചാൽ അവർ നമുക്ക് നിസ്കരിച്ചൂല, നമ്മളെ തുടർന്ന് നിസ്കരിക്കൂല.
ജമാഅത്ത് കഴിഞ്ഞാൽ വന്ന് നിസ്കരിച്ച് പോകുമെന്നല്ലാതെ മീർസ ഗുലാം നബിയാണെന്ന് വിശ്വസിക്കണം അവരിലെ വിഭാഗം. അവർക്ക് പാടില്ല. നേരെ മറിച്ച് മീർസ നബി ഒന്നല്ല, കേവലം മുജദ്ദിദാണ്, ഒരു ഭരണ പരിഷ്കർത്താവ് മാത്രമാണ്. നമ്മളൊക്കെ മുസ്ലിംകളിന്റെ മീർസയിൽ വിശ്വാസിക്കാത്തവര് മുസ്ലിങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കുന്നവരാണെങ്കിൽ അതിന് തെറ്റില്ലതാനും. നേരെ മറിച്ച് നമ്മളെ മുസ്ലിമായി അംഗീകരിക്കാൻ വരെ വിശാല മനസ്സ് കാണിക്കാത്തവർക്ക് പിന്നെ നമ്മൾ മത്തുമുണ്ടാക്കിയിട്ട് ആക്കേണ്ട ആവശ്യമല്ല. അതേ സമയത്ത് അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തടുക്കാനൊന്നും പാടില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതികളാണ്. ക്രിസ്ത്യാനികൾക്ക് വരെ പ്രാർത്ഥിക്കാൻ നബി പള്ളി അനുവദിച്ചു കൊടുത്തതൊക്കെ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ വിശദാക്കുന്നല്ല. ഇനി എങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ രീതിയൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പരിശോധിക്കാം. അങ്ങനെ ഓരോ രംഗത്തും മഹത്തായ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാം. വളരെ മഹത്തായ ഭാഗം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി ജീവിച്ചു മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. കുറെ ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, ഈ ളുഹ നമസ്കാരം, അതായത് ഒരു 9, 10, 11 മണി സമയത്ത് നിസ്കരിക്കുന്ന നമസ്കാരം, അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീസ് എനിക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ആയിഷ ബീവി പറയുന്ന ഹദീസും വായിക്കാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു റസൂലല്ലാഹി സുസല്ലി ളുഹ സലാത്ത ളുഹ ഖത്തു, അല്ലാഹുവിന്റെ ദൂതൻ ളുഹ നമസ്കരിക്കുന്നത് ഞാൻ തീരെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഹദീസും വായിക്കാൻ സാധിച്ചു. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യകർത്താവ് അദ്ദേഹം സംശയം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസുകൾ പരസ്പരം വൈരുദ്ധ്യമല്ല. കാരണം ആയിഷ ബീവി പറയുന്നത് മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സലാത്ത ളുഹ ഖത്തു വഇന്നി ലാ ഉസബ്ബിഹുഹ, പ്രവാചകൻ ളുഹ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാനത് നിസ്കരിക്കാറുണ്ട് എന്നതിന്റെ ഉദ്ദേശം ആയിഷ ബീബി എന്നെ വ്യക്തമാക്കുന്നുണ്ട്. വേറെ ഇമാം മുസ്ലിമിന്റെ ഹദീസ് പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പതിവായി നിസ്കരിക്കാറില്ല, അത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതേ സമയത്ത് ആയിഷ ബീബി പതിവാക്കാറുണ്ട്. അതേസമയം പ്രവാചകനും ഖുലഫാഉ റാഷിദീങ്ങളും, അത് സഹീഹ് ബുഖാരി അധ്യായം തന്നെ കാണാം, നബിയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരൊന്നും പതിവായി നിസ്കരിക്കാറില്ല. അതേസമയത്ത് ആയിഷ ബീബി മാത്രമാണ് പതിവാക്കാറുള്ളത്. അതവർ വ്യാഖ്യാനിക്കലാണ്. ആയിഷ ബീബി പറഞ്ഞ കാരണം ആയിഷ ബീബി വ്യക്തമാക്കുന്നുണ്ട്. പ്രവാചകന് പതിവാക്കാൻ ഇഷ്ടമുള്ള സംഗതി തന്നെ. ചിലപ്പോൾ നബി പതിവാക്കാറില്ല, ജനങ്ങളത് ഫർളാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പ്രവാചകൻ മരിച്ചുപോയല്ലോ, അതുകൊണ്ട് ഇനി ഫർളാണ് തെറ്റിദ്ധരിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ പതിവാക്കണമെന്ന് വ്യാഖ്യാനിച്ചും കൊണ്ട് ആയിഷ ബീബി പതിവാക്കിയിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും സ്ഥിരപ്പെട്ടത് നബിന്റെയും ഖുലഫാഉവിന്റെയും ശരിയാണ്. നിങ്ങൾ പതിവാക്കാതെ ഇന്ന് നിസ്കരിച്ച 1-2 ദിവസമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ നിസ്കരിക്കാം. പ്രവാചകൻ എന്തെങ്കിലും ഗുണം കിട്ടുന്ന സമയത്ത് ശുക്രിന് ഞാൻ വിശദീകരിച്ചു, ശുക്രിന് സുജൂദുള്ളൂ, നിസ്കാരമല്ല നന്ദിക്കും. അതേ സമയത്ത് അന്ന് വേണമെങ്കിൽ നമുക്ക് ളുഹ നിസ്കരിക്കാം. ഇപ്പൊ മക്ക ഉമ്മുഹാനി പറയുന്നുണ്ട്, മക്ക മുസ്ലിം കീഴടങ്ങിയ സമയത്ത് നബി എന്റെ വീട്ടിൽ വന്നിട്ട് ളുഹ 8 റക്അത്ത് വരെ നിസ്കരിച്ചിരുന്ന. ഇങ്ങനെ എന്തെങ്കിലും യുദ്ധവിജയോ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രമാണ് പ്രവാചകൻ അത് ളുഹ നിസ്കരിക്കാറുള്ളത്, പതിവാക്കാറില്ല എന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അത് വൈരുദ്ധ്യമല്ല എന്നർത്ഥം. പിന്നെ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത് സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്ത് മൂമിൻ എന്ന് പറയും. ഈ രണ്ടുപേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഗാഫിറിലെ ഒരു ആയത്താണ്. അതായത് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ അവസാനം വിശദീകരിച്ചത്, മനുഷ്യന്റെ ഏറ്റവും ജീവിത ലക്ഷ്യം ഈ ദുനിയാവൊന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ ഒരു യാത്രയിലാണ്. ആ യാത്രയിലെ ചില പരിപാടികളെ, ദുനിയാവിലെ പ്രശ്നത്തെ നമ്മൾ കാണാൻ പാടുള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകമാണ്. വിശുദ്ധ ഖുർആൻ സ്നേഹിതന്മാര് കേവലം പരലോകം ഉണ്ടെന്ന് പറഞ്ഞു പോവുകയല്ല, നേരെ മറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് എവിടെ നിങ്ങൾ പറയുകയാണെങ്കിലും ഉടനെ തന്നെ വ്യക്തമായ തെളിവുകൾ ഉദ്ധരിക്കും. ഇപ്പൊ സൂറത്ത് ഓശയിൽ പല സ്വർഗത്തിലെ അനുഭൂതിയൊക്കെ പറഞ്ഞമാരിക്കും മസ്ഫൂഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ പറഞ്ഞ അഫലാ കൈഫ ഖുലിഖത്ത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കണില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കി,
എവിടെ നരകത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ പ്രകൃതിയിലെ എല്ലാവരും അംഗീകരിക്കുന്ന ദൃഷ്ടാന്തം എടുത്ത് പറഞ്ഞിട്ട് തെളിയിക്കുന്ന സ്വഭാവം കാണും. കാരണം അതിനൊക്കെ പുച്ഛിക്കുന്ന ആളുകൾ ഏത് കാലത്തും ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ വേണ്ടി മുഹമ്മദ് നല്ല ഉദ്ദേശത്തിന് പറഞ്ഞതാണ് സ്വർഗം നരകമൊക്കെ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ നമ്മൾ കാണാറുണ്ട് എന്നർത്ഥം. അപ്പൊ 3 രീതിയിൽ വിശുദ്ധ ഖുർആൻ പരലോകത്തെ സ്ഥാപിച്ച രീതിയാണ് നമ്മൾ വിശദീകരിച്ചത്. ഈ ആയത്തിൽ 4ാമത്തെ രീതിയാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അല്ലാഹു പറയല്ല ഖൽഖു സമാവാതി വൽ അർദി, ഈ ആകാശത്തെയും പ്രപഞ്ചത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതാണ്. അതാണ് അക്ബർ, ഏറ്റവും വമ്പിച്ചത്. എന്തിനേക്കാളും മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാളും മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാൾ ഏറ്റവും വലിയ വമ്പിച്ചതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു പറയാണ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ മനുഷ്യരിലെ സങ്കട ശൈലിയിൽ അല്ലാഹു പറയാണ് മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ സംഗതി ഒന്നും ശരിക്കും മനസ്സിലാക്കണില്ല എന്ന് പറയാണ്. ആ വലിയൊരു തത്വമാണ് സ്നേഹിതന്മാരെ ശാസ്ത്രം പറയുന്നത്. ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടോ ആ മണൽത്തരിന്റെ അത്ര ഗോളങ്ങൾ നക്ഷത്രങ്ങളെ ആകാശത്തുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ അടുത്തടുത്ത് നമുക്ക് കാണുകയാണ്. പക്ഷേ ഒരു കൊല്ലം പ്രകാശരശ്മി സഞ്ചരിച്ചാലേ ഒരു ഗോളത്തിൽ നിന്ന് വേറൊരു ഗോളത്തേക്ക് എത്തുള്ളൂ. ഏറ്റവും ചെറിയൊരു നക്ഷത്രമാണ് ഗോളമാണ് സൂര്യന്. അതിൽ 10 ലക്ഷം ഭൂമി അടക്കം ചെയ്താലും ബാക്കിയാണെന്ന ഈ വിശാല പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് അതിനൊക്കെ സഞ്ചാര റൂട്ട് നിശ്ചയിച്ചു കൊടുത്ത് പരസ്പരം കൂട്ടിമുട്ടാതെ സൃഷ്ടിച്ച പടച്ചവന് ഇതിനൊക്കെ സൃഷ്ടിച്ചപ്പോ ഓൻ ക്ഷീണിച്ചിട്ടുണ്ടോ? ക്ഷീണിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും എന്താണ് മനുഷ്യനെ സൃഷ്ടിക്കാനും പുനർജീവിതം നൽകാനും പ്രയാസമില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ് സൂറത്ത് കാഫ് പറഞ്ഞ് 6 ഘട്ടങ്ങളിലായിട്ട് ഞാൻ വിശാല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ഉടനെ തന്നെ മസ്സനാമില്ലോ എന്നെ തളർച്ച ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ബൈബിളിനെ ഗണ്ണിക്കാൻ വേണ്ടി ഖുർആൻ പ്രത്യേകം പറഞ്ഞതാണ്. കാരണം ബൈബിളിലെ പ്രസ്താവന നമുക്ക് തോന്നിപ്പോവുക 6 ദിവസങ്ങളിലായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ശനിയാഴ്ച അർശിമേലിൽ ദൈവം വിശ്രമിച്ച് യഹോവ വിശ്രമിച്ചു എന്നാണ്. അപ്പൊ വിശ്രമിച്ച് ഇസ്തിറാഹത്ത് എടുത്തെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ചവർ ക്ഷീണിച്ചെന്ന് തെറ്റിദ്ധാരണ തോന്നും. പക്ഷെ വിശുദ്ധകരം ഉടനെ തന്നെ പറയാണ് ഈ വിശാല പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ചിട്ട് എന്നെ ഒരു ക്ഷീണവും തളർച്ചയും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ സ്നേഹിതന്മാരെ മനുഷ്യനെ സൃഷ്ടിക്കാനും പുനർജീവിപ്പിക്കാൻ എന്ത് പ്രയാസമുള്ളത് എന്ന് പറഞ്ഞാലും ഹിമാലയം കേരി കൊടുമുടി കേരി മറിഞ്ഞ എവറസ്റ്റ് കൊടുമുടി കേരി മറിഞ്ഞ ഡെൻസിങ്ങിനും ഇല്ലായിരിക്കും ചെറിയൊരു കുന്ന് കയറി മറിയാൻ വലിയ പ്രയാസമുണ്ടെന്ന് ആരെങ്കിലും പറയോ? അല്ലെ സൂയസ് കനാൽ നീന്തി കടന്ന ഒരു നീന്തൽക്കാരന് ഇവിടുത്തെ തലശ്ശേരിയിലെ ചെറിയൊരു കുളം നീന്തി കടക്കാൻ വലിയ പ്രയാസമാണോ? ഒരിക്കലല്ല. അല്ലെ ഒരു 100 മീറ്ററോളം തീരെ തളരാതെ ഓടാൻ പറ്റിയ ഒരു വ്യക്തിക്ക് ഒരു 10 മീറ്റർ ഓടാൻ വലിയ പ്രയാസം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല എന്നർത്ഥം. അപ്പൊ ഈ രീതിയിൽ പല സ്ഥലത്ത് ഖുർആൻ ചോദിക്കാം അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാ. അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് അത് ചോദിക്കാണ് അൻതും അശദ്ദു ഖൽഖൻ, എടോ നിങ്ങളൊക്കെ പടക്കാനാണ് വലിയ പ്രയാസമുള്ളത്? അതല്ല അമിസ് സമാഉ, ഈ വിശാലമായ പ്രപഞ്ചത്തെ പടക്കാനാണോ ബനാഹ, അവനതിനെ നിർമ്മിച്ചുണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കി. ഇങ്ങനെ ഈ ശൈലി പല ആയത്തിലുള്ള പറയുന്നുണ്ട്. ഈ വിശാല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ആ അദൃശ്യ ശക്തിക്ക് മനുഷ്യനെ സൃഷ്ടിക്കാനും ഇനി മനുഷ്യൻ മരിച്ച ശേഷം അവനെ വീണ്ടും പുനർജീവിപ്പിക്കാനൊന്നും വലിയൊരു ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എവറസ്റ്റ് കൊടുമുടി കേറി മറിഞ്ഞൊരു ചെങ്ങായിക്ക് ചെറിയൊരു തലശ്ശേരിയെ ചെറു കുന്ന് കേറി മറിയാൻ വല്ല പ്രയാസം ഉണ്ടാവില്ല. ഈ ഒരു തത്വത്തിലൂടെയും പരലോകം അല്ലാഹ് ശരിക്കും മനുഷ്യന്റെ മുമ്പിൽ കണ്ണിൽ കാണുന്ന മാതിരി സമർത്ഥിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജീവിത ലക്ഷ്യത്തിൽ ശരിക്കും നമുക്കൊക്കെ സ്നേഹിതന്മാരെ മദ്രസിലൊക്കെ നമ്മൾ പഠിച്ച് ഈമാൻകാരി ആരാണ് ഒക്കെ ആഖിറം തൊട്ട് വിശ്വസിക്കാൻ അങ്ങനെ പറഞ്ഞല്ലോ. തൊട്ട് പോയിട്ടുള്ളൂ. ഒക്കെ അള്ളാനെ തൊട്ട് വിശ്വസിക്കുക, പരലോകത്തെ തൊട്ട് വിശ്വസിക്കുക. ഇങ്ങനെ തൊട്ടുപോയത് മാത്രമാണ് അത് ശരിക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്കാണ് കടന്നു ചെന്നിക്കണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കടന്നു ചെന്നിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഞാൻ കഴിഞ്ഞ ഖുതുബിലൊക്കെ വിശദീകരിച്ച മാതിരി സഹാബത്തിന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ജീവിത ലക്ഷ്യമായിട്ട് കണ്ടതായിരുന്നു. അവരുടെ സ്വഭാവമൊക്കെ ഞാൻ വിശദീകരിച്ച് അബൂ ദർദാ എന്ന ആ സഹാബി വര്യൻ, അദ്ദേഹത്തിന് ദർദ എന്നുള്ള സുന്ദരിയായ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പേര് കിട്ടിയത് അബൂ ദർദാ. അദ്ദേഹത്തിന്റെ പേര് വേറെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകളെ യസീദ് രാജകുമാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ വേഗൊരു കർഷകന് പിടിച്ചു കെട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു അബൂ ദർദാ തന്റെ മകളെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ല. മുആവിയന്റെ മകൻ യസീദ് രാജകുമാരൻ വിവാഹം അന്വേഷിച്ച് വന്നിട്ട് രാജകുമാരനെ കെട്ടിച്ചു കൊടുക്കാതെ ഒരു കൂലിക്കാരനാണ് കെട്ടിച്ചു കൊടുത്തത്, ഭാവിയെ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞപ്പം തന്നെ വിമർശിക്കുന്നവരോടൊക്കെ പള്ളിയിൽ വരാൻ വേണ്ടി പറഞ്ഞു.
എന്നിട്ട് അവരോട് അബൂ ദർദാ പറഞ്ഞു, ഞാനാണ് എന്റെ മകളെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചത്. ഭാവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 മുക്കാന്റെ ഈ 2 നയാ പൈസയുടെ ദുനിയാവല്ല, ദിർഹമിന്റെ ദുനിയാവല്ല, ഞാൻ പരലോകാണ്. എന്റെ മകളെ ഞാൻ യസീദിന് രാജകുമാരന് കെട്ടിച്ചു കൊടുത്ത് അവൾക്ക് വീശി കൊടുക്കാൻ പ്രത്യേക ആളുകളുണ്ട്, അലക്കി കൊടുക്കാൻ ആളുകളുണ്ട്. പുയാപ്പൾക്കാണെങ്കിൽ ദീനീ ബോധമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മകള് ഈമാൻ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്റെ മകളെ ഭാവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ച് അതുകൊണ്ടാണ് എന്റെ മകളെ വലിയൊരു രാജകുമാരൻ കെട്ടന്വേഷിച്ചിട്ട് ആൾക്ക് കെട്ടിച്ചു കൊടുക്കാതെ ഒരു കൂലിപ്പണിക്കാരെ പടച്ചോന് പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ നോക്കി ഞാൻ കെട്ടിച്ചു കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് വളരെ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അവരൊക്കെ ഭാവി കണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി ദുനിയാവ് വേണ്ടെന്നല്ല, ദുനിയാവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, പ്രവർത്തിക്കണം, അതിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കൊക്കെ വേണം. പക്ഷെ നമ്മളെ ജീവിത ലക്ഷ്യം പരലോകാണ്. ലക്ഷ്യവും ഉദ്ദേശവും വെച്ച് മാറാൻ പാടില്ല. ലക്ഷ്യം വേറെ, ഉദ്ദേശം വേറെയാണ്. അത് രണ്ടും അട്ടിമറിയാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. പഠിച്ചതിലെ മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പഠിച്ചവനെ ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ജോലികളും കടപ്പാടുകളും ചെയ്തു തീർക്കേണ്ടവരാണ്. അല്ല, ശാരീരികവും സാമ്പത്തികവും മാനസികമായ ഇഫത്ത് ഐശ്വര്യനി പ്രദാനം ചെയ്യണമേ. പഠിച്ചവനെ ഞങ്ങൾ ഇന്ന് രോഗികളായി ആസ്പത്രികളിലും വീടുകളിലും സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ ശിവകാരന് രോഗശമനം കാരണം അവർക്ക് രോഗശമനം നൽകണമേ. പഠിച്ചത് ഞങ്ങൾ ഇന്ന് അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ ഇസ്തിഗ്ഫാർ പാപമോചനം കൊണ്ടും റഹ്മത്ത് കൊണ്ട് അവിടെ ഖബർ ജീവിതവും പരലോക ജീവിതം രക്ഷ നിറഞ്ഞാക്കണമേ. പഠിച്ചതിന്റെ ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്ക് വിവേചിപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിവേചിപ്പിക്കുന്ന കൂട്ടത്തെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി വഅഫു അന്നാ واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين.